നെക്സ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ നോക്കുക, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോളോയിങ് ഈസ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ഡയമണ്ട് സ്പോർട്സ് ക്ലബ് തൃശ്ശൂർ ഫോർ ദ ഇയർ എൻഡിങ് 31 March 2024. എന്നിട്ട് നമുക്കൊരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഫോമാറ്റും അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തരിക ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്ലസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാവും. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് അതുപോലെ നോൺ ക്യാഷ് ഐറ്റംസ് ഇത്തരത്തിലുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ അതിൽ നോക്കുക, തന്നിട്ടുള്ള ഐറ്റം റെസിപ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളത് ബാലൻസ്, അതായത് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷൻസ്, എൻട്രൻസ് ഫീസ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, സ്പോർട്ട് ഫീസ്, അതായത് ആ ഒരു ഇയറിൽ വന്നിട്ടുള്ള റെസീപ്റ്റുകൾ ഏതൊക്കെയാണോ അതൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആൻഡ് പേയ്മെൻറ്റ് സൈഡാണെങ്കിൽ സാലറി, സ്പോർട്സ് മെറ്റീരിയൽസ്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, പോസ്റ്റേജ്, ഇലക്ട്രിസിറ്റി ചാർജസ്, അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്സ്, ഇത്രയും നമുക്ക് പേയ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഇയറിൽ നമുക്ക് വന്നിട്ടുള്ള എക്സ്പെൻസുകളായിട്ടും കാണിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പ്രിപ്പയർ ചെയ്ത് പോലെ തന്നെ ആ ഒരു ഇയറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആയിരിക്കും. ഇനി നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ്. അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്നത് ആദ്യമായിട്ടുള്ളത് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഫോർ 2023-24 1000, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2022-23 1500 റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ 2023-24. അപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റിൽ നമ്മൾ ഏതൊക്കെ ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ആണെങ്കിലും കറണ്ട് ഇയറിൽ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൊത്തമായിട്ട് എടുക്കും. അതേസമയം കാരണം അത് ക്യാഷായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിസീവ് ചെയ്തതൊക്കെ നമ്മൾ റെസിപ്റ്റായിട്ട് കാണിക്കും. അതിന് പകരം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, കറണ്ട് ഇയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ കറണ്ട് ഇയറിലേക്കുള്ള എമൗണ്ടുകൾ മാത്രമേ നമുക്ക് റിസീവ് ചെയ്തതായിട്ട് കാണിക്കേണ്ടതുള്ളൂ. അപ്പോൾ കറണ്ട് ഇയറിൽ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന ഒരു എമൗണ്ട് ചിലപ്പം 2 മാസം കഴിഞ്ഞിട്ട് കിട്ടേണ്ട അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് കിട്ടേണ്ടതും കൂടെ നമുക്ക് ചിലപ്പോൾ ഈ കൊല്ലം കിട്ടിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ 2 കൊല്ലം മുന്നേ കിട്ടേണ്ട കാര്യം നമുക്ക് ഡ്യൂ ആയി കിട്ടിയത് ഈ കൊല്ലമായിരിക്കും. പക്ഷേ അതൊന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ഇക്കൊല്ലത്തെ ഇൻകമായിട്ട് കണക്കാക്കില്ല. ഇപ്പോൾ 2022 കാര്യം 24 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് 2022 തന്നെ അത് റിസീവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ ആ ഒരു 22 തന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ 2024 വീണ്ടും അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 നമ്മൾ കിട്ടിയാലും എന്ത് ചെയ്യണം, ആ ഒരു എമൗണ്ട് നമ്മൾ കുറച്ച് കാണിക്കേണ്ടി വരും. അപ്പോൾ അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഇതിലേക്ക് നോക്കുക, ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ഫോർ 2023-24 1000 നമ്മൾ ചെയ്യുന്നത് 2024 അതായത് ആ ഒരു പീരീഡത്തെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റെസീപ്റ്റാണ്, നമുക്ക് കിട്ടാനുള്ള ഇൻകത്തിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2023-24 1000ഉം അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2022-23 അതായത് കഴിഞ്ഞ ഇയറിൽ കിട്ടാനുള്ള ഒരു 1500 രൂപ, അതുപോലെ അടുത്ത കൊല്ലത്തേക്കുള്ള ഒരു 1000 രൂപയും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു 42,000 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെയും ഇനി അടുത്ത കൊല്ലം വരാൻ പോകുന്നതുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഇതിന്ന് റിമൂവ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ 42,000 ഇതിൽ നോക്കുക, ആദ്യം അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങൾ പറയാം. 42,000 ആണ്. ഇതിന്ന് നമുക്ക് 1500 എന്ന് പറയുന്നത് എന്താ, 1500 എന്ന് പറയുന്നത് അടുത്ത 2022-23 കിട്ടേണ്ടിയിരുന്ന ഒരു എമൗണ്ടാണ്. അത് നമുക്ക് ഇക്കൊല്ലാണ് കിട്ടിയത് എന്നുള്ളൂ. അപ്പം അത് നമ്മളുടെ ഇക്കൊല്ലത്തെ ഇൻകമല്ല, അത് കഴിഞ്ഞ കൊല്ലത്തെ അല്ലെങ്കിൽ 2022-23 റിലേറ്റഡ് ആയിട്ടുള്ള ഇൻകമാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ആദ്യം ലെസ് ചെയ്യണം, ഇക്കൊല്ലത്തതല്ലാത്തതുകൊണ്ട് 1500 രൂപ. ഇനി അടുത്ത കാര്യം പറഞ്ഞിട്ടുള്ളത് 1000 രൂപ, ഇക്കൊല്ലം കിട്ടാനുള്ള ഒരു 1000 രൂപ നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുകയാണ്. ഇക്കൊല്ലം കിട്ടാമെന്ന് പറയുന്നത് എന്താ, നമ്മൾ 2024 അക്കൗണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്, 2024 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറാണ് പ്രിപ്പയർ ചെയ്യുന്നതും. സെയിം ഈ ഒരു ഇയറിൽ നമുക്ക് ഒരു 1000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്.
ഓക്കെ, ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടാനുള്ള എമൗണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 1000 രൂപ ആഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഫോർമാറ്റിൽ കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാം. അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞിട്ട് അതിൻ്റെ ഫോർമാറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത്, നമുക്ക് കഴിഞ്ഞ ഏതോ കൊല്ലം കിട്ടാനുണ്ടായിരുന്ന എമൗണ്ട് ഈ കൊല്ലം കിട്ടുകയാണ്. അതായത് പ്രീവിയസ് ഇയേഴ്സത്തെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ലെസ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ഫോർ പ്രീവിയസ് ഇയർ. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ഫോർ ദ ഇയർ, അതായത് ഇക്കൊല്ലം കിട്ടാനുള്ള എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ ആഡ് ചെയ്തതായിട്ടും കാണിക്കണം. ഓക്കെ, കറണ്ട് ഇയർത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തിൻ്റെ കേസാണ് പറയുന്നത്. കറണ്ട് ഇയർത്തെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആഡ് ചെയ്യണം. അതുപോലെ പ്രീവിയസ് ഇയറിൽ നമുക്ക് മുന്നേ കിട്ടാനുള്ള ഒരു എമൗണ്ട് ഇപ്പം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യുകയും വേണം. ഇൻകത്തിൻ്റെ കേസിലാണ് പറയുന്നത്. അതാണ് സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇക്കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തു, കഴിഞ്ഞ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ലെസ് ചെയ്യുകയും ചെയ്തു. അത് ഇക്കൊല്ലം കിട്ടാനുള്ളതല്ല, മുന്നേ എപ്പോഴോ കിട്ടാനുള്ള എമൗണ്ടാണ്. ഇനി അടുത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്, ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 31st March 2024, സാലറി 4500 ആൻഡ് ഇലക്ട്രിസിറ്റി ചാർജസ് 700. ഇത് രണ്ടും എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണ്. നേരത്തെ പറഞ്ഞത് ഇൻകത്തിൻ്റെ കേസാണ്. ഇത് രണ്ടും എന്താ, ഇക്കൊല്ലം നമ്മൾ കൊടുക്കാനുള്ള എക്സ്പെൻസുകളാണ്. കറണ്ട് ഇയർത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് നമ്മൾ ആഡ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ എക്സ്പെൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും സാലറി 23,000 ആണ്. നോക്കുക, 23,000 കൂടെ കറണ്ട് ഇയർത്തെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആഡ് ചെയ്തു. അപ്പോൾ ഇൻകാണെങ്കിലും എക്സ്പെൻസ് ആണെന്നുണ്ടെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് കറണ്ട് ഇയർത്തെ ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അങ്ങനെ പഠിച്ച് വയ്ക്കുക. അപ്പോൾ ഇൻകം സാലറീൻ്റെ കൂടി നമ്മൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ അടുത്ത ഒന്ന് പറഞ്ഞിട്ടുള്ളത്, ഇലക്ട്രിസിറ്റി ചാർജസ് 2300 ഉണ്ട്. കറണ്ട് ഇയർത്തെ ഔട്ട്സ്റ്റാൻഡിങ് 700, അതും നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കഴിഞ്ഞു. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആണെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണെങ്കിലും നമ്മൾ ആ കൺസേൺഡ് എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകത്തിനോട് കൂടെ ആഡ് ചെയ്യുക, കറണ്ട് ഇയർ മാത്രം. ദെൻ ഡിപ്രിസിയേറ്റ് സ്പോർട്സ് മെറ്റീരിയൽ അറ്റ് 20% പെർ ആനം. സ്പോർട്സ് മെറ്റീരിയൽ 14,000 ആണ്. ഇത് നമ്മൾ നോൺ ക്യാഷ് ഐറ്റം കൂടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡിപ്രിസിയേഷൻ എത്രയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഈ കൊല്ലം ചാർജ് ചെയ്യാൻ പറ്റും. ഡിപ്രിസിയേഷൻ എത്രയാണ് വരിക, സ്പോർട്സ് മെറ്റീരിയൽ 30/9/2023 14,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 2024 ഇത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിലേ നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല. ഏത് മാസം വാങ്ങിയേ, ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ ഈ ഒരു സ്പോർട്സ് മെറ്റീരിയൽ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ നോക്കുക, ഡിപ്രിസിയേഷൻ നമ്മൾ എക്സ്പെൻഡിച്ചർ ആണല്ലോ, അപ്പോൾ എക്സ്പെൻഡിച്ചറാണ് നമ്മൾ കാണിക്കേണ്ടത്. എക്സ്പെൻഡിച്ചറിൽ സ്പോർട്സ് മെറ്റീരിയൽ 14,000, അതിൻ്റെ മുകളിൽ 20% ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. ഇനി എത്ര മാസത്തേക്ക്, November 30 വാങ്ങിയിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത മാസം മുതൽ ഒക്ടോബർ മുതൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം, അപ് ടു 2024 March 31 വരെ. അപ്പോൾ എത്ര ഉണ്ടാകും, November 30. ഇത് November 30 ആയതുകൊണ്ടാണ്. November 1 ആണെന്നുണ്ടെങ്കിൽ നവംബറിലും കൂടെ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടതുണ്ട്. നവംബർ ലാസ്റ്റാണ് വാങ്ങിയത്. അപ്പം എപ്പോഴാണ്, സെപ്റ്റംബറിലാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, സെപ്റ്റംബർ 30 കഴിഞ്ഞ് ഒക്ടോബർ 1 മുതൽ മാർച്ച് 31 വരെ 6 മാസത്തേക്കാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത്. 14,000 ഇൻറ്റു 20% ഇൻറ്റു 6/12, 1,400. ഓക്കെ, ഈ ഒരു അസറ്റിൻ്റെ ഈ ഒരു ഡേറ്റ് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തുടക്കത്തിലേ വാങ്ങിയിട്ടുണ്ടാകും, അതായത് April 1 വാങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ മൊത്തം ഇയറിലേക്കും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യും. ഇത് സെപ്പറേറ്റ് ഡേറ്റ് തന്നതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് മുതലുള്ള ഡിപ്രിസിയേഷൻ മാത്രം ചാർജ് ചെയ്താൽ മതി. അപ്പോൾ ഡിപ്രിസിയേഷൻ അത് സ്പോർട്സ് മെറ്റീരിയലിൻ്റെത്. അടുത്തത് ഫർണിച്ചറിൻ്റെ 5%. ഫർണിച്ചറിൻ്റെത് നമുക്ക് ഈ ഒരു അക്കൗണ്ടിൽ ബാലൻസ് തന്നിട്ടില്ല. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വാല്യൂ ഓഫ് ഫർണിച്ചർ ഓൺ 1st April 2023 വാസ് 12,000. ഓക്കെ, അപ്പോൾ അവിടെ ഏപ്രിലിന് തന്നെ വാങ്ങിയിട്ടുണ്ട്. അപ്പം
12/12 12 മാസത്തേക്കും ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യാം. അപ്പോൾ 12,000 ഇൻറ്റു 5% കണ്ടു കഴിഞ്ഞാൽ 600 അതിൻ്റെ ഡിപ്രിസിയേഷൻ. അത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കി നമുക്ക് റെസീപ്റ്റ് സൈഡിലുള്ളതൊക്കെ ഇൻകത്തിലേക്കും പേയ്മെൻറ്റ് സൈഡിലുള്ളതൊക്കെ എക്സ്പെൻഡിച്ചറിലേക്ക് മാറ്റുകയെന്നേ ഉള്ളൂ. സബ്സ്ക്രിപ്ഷൻ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടെ. ബാക്കിയുള്ളത് എൻട്രൻസ് ഫീസ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ആൻഡ് സ്പോർട്സ് ഫീസ്, ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്തു. ഇനി പേയ്മെൻറ്റ് സൈഡുള്ളത് സാലറി ആൻഡ് ഇലക്ട്രിസിറ്റി ചാർജസ്. അതിൽ രണ്ടിലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നതുകൊണ്ട് അത് ഓൾറെഡി നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ട്. സാലറി, ഇലക്ട്രിസിറ്റി. പിന്നെ ബാക്കിയുള്ളത് ഇൻവെസ്റ്റ്മെൻറ്റ്, പോസ്റ്റേജ്, ബാക്കി എക്സ്പെൻസുകൾ നമുക്ക് നോക്കാം. പോസ്റ്റേജ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഉണ്ട്. സോ പോസ്റ്റേജ്, പിന്നെ അപ്കീപ്പ് ഓഫ് ഗ്രൗണ്ട്സ്, പിന്നെ ഡിപ്രിസിയേഷൻ. ബാക്കിയുള്ള ഐറ്റം ഒന്നുള്ളത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതുപോലെ സ്പോർട്സ് മെറ്റീരിയൽ. ഇത് രണ്ടും നമ്മളുടെ എക്സ്പെൻഡിച്ചർ അല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ക്യാപിറ്റൽ നേച്ചറിലുള്ളത് എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. സ്പോർട്സ് മെറ്റീരിയൽ പോലത്തെ അസറ്റ് വാങ്ങുന്നതോ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ക്യാപിറ്റൽ നേച്ചറുള്ള ഒരു എക്സ്പെൻസ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുക്കുന്നില്ല. അതല്ലാതെ നമുക്ക് സാധാരണ വരുന്നത് പോലത്തെ ഈ രീതിയിലുള്ള റവന്യൂ നേച്ചറിലുള്ള ഐറ്റംസ് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവുക. ഇതിൻ്റെ ബാലൻസ് വരുന്നത് സർപ്ലസ്. നമുക്ക് എക്സ്പെൻഡിച്ചർ ഈ ഒരു സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ സർപ്ലസും, ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ഡെഫിസിറ്റും ആയിരിക്കും. അപ്പോൾ ഇതാണൊരു സിമ്പിളായിട്ടുള്ളൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇതിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇനി വരാനുണ്ട്. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടുള്ള കുറച്ചും കൂടെ വലിയതായിട്ടുള്ള പ്രോബ്ലംസും കൂടെ ചെയ്ത് നോക്കാനുണ്ട്. ഇനി ഇത് രണ്ടും കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാലൻസ് ഷീറ്റും കൂടെ നോക്കാനുള്ളത്.